നമ്മൾ ഒരുപാട് സമയം ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് ഒരു കാര്യം, ഒരു ആശയം വന്നു, ഒരു തീരുമാനം, ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ എടുക്കുന്ന ക്വാളിറ്റിയാണ്. ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പേഴ്സൺ. ഒരു ആശയം വന്ന്, ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിൽ സ്വപ്നം കണ്ട് നടക്കുകയല്ല. അത് ഞാൻ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയായി മാറുന്നത്. നമ്മൾ എന്തായിരിക്കണം? അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. ആ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ചാലഞ്ച് എന്ന് പറയുന്നത്, ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഫിയറാണ്, ഭയമാണ്, പേടികളാണ്. അതിന് പല പേടികളുണ്ടാവും. അപ്പോൾ ആ പേടികളെ നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കണം. വി ഷുഡ് ബ്രേക്ക് ദോസ് ബാരിയേഴ്സ്. ആ ബാരിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കണം. അത് പല രീതിയിലുള്ള ബാരിയേഴ്സ്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് നോക്കുക. ആ തടസ്സങ്ങൾക്ക് അപ്പുറത്തേക്ക് തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുത്താൽ, കാരണം ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുത്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഫാസ്റ്റായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കുറയും. ഒരു ആശയത്തിലുള്ള എക്സൈറ്റ്മെന്റ് കുറഞ്ഞു പോകും. അപ്പം നിങ്ങളൊരു ആശയം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പം അതിൽ ആദ്യം എടുക്കേണ്ട ആക്ഷൻ എന്താണ്? ഇറ്റ്സ് പ്ലാനിങ്. പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പഠിക്കുക, ആ ആശയത്തെക്കുറിച്ച് പഠിക്കുക, അതിനെ പ്ലാൻ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ആക്ഷൻ ഞാൻ ചെയ്യണം, എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെ ഞാൻ അത് ചെയ്യും, എപ്പോൾ ഞാൻ അത് ചെയ്യും, ആരുടെയൊക്കെ സഹായമാണ് എനിക്കതിന് വേണ്ടത്, അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ആൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് എനിക്കുള്ളത്, എന്തെല്ലാം റിസോഴ്സസ് എനിക്കതിന് റിക്വയർഡ് ആണ്. യു ഹാവ് ടു മേക്ക് എ പ്ലാൻ. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നൗ യു ഹാവ് എ ക്ലാരിറ്റി. എന്നിട്ട് എന്ത് ചെയ്യാൻ? പോയിട്ട് അങ്ങ് ചെയ്യുക. ഓക്കെ, അപ്പൊ പ്ലാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ടേക്ക് ആക്ഷൻ. അപ്പൊ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ പ്ലാൻ വേണം. ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ്, നിങ്ങൾ പേടിക്കുന്ന കാര്യം എന്താണോ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മറികടക്കണം. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? നിങ്ങൾ ചിലപ്പം യു നീഡ് ടു ബിൽഡ് എ ടീം. ഒരു ടീം ബിൽഡ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഭയം. ഒരുമിച്ച് ചെയ്യുമ്പോൾ ഭയം ഉണ്ടാവില്ല. വേണ്ട റിസോഴ്സസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എംബ്രേസ് ഫിയർ. അല്ലേ? ഭയത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? എംബ്രേസ് ചെയ്യുക. ആർക്കും പേടിയില്ലാത്തവരായിട്ട് ആരുമില്ല. അതങ്ങ് പോയി ചെയ്യലാണ്. ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ ഭയം മാറുന്നത്. അപ്പൊ പരമാവധി പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നോളജ് വർദ്ധിപ്പിക്കുക. കാരണം ഭയം വരുന്നത് അജ്ഞതയിൽ നിന്നാണ്. ഇരുട്ടിനെ ആൾക്കാർ ഭയക്കുന്നത് ഇരുട്ടത്ത് എന്താ സംഭവിക്കാൻ അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇരുട്ടിനെ നമ്മൾ ഭയക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് അവിടെ വെളിച്ചം വീശണം. വെളിച്ചം എന്നതുപോലെ നമ്മൾ നോളജ് ലഭിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിന് പരമാവധി പഠിച്ചു കഴിഞ്ഞാൽ ഭയം കുറയും. എന്നിട്ട് എന്ത് ചെയ്യാ? പോയിട്ട് അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഭയക്കുന്നത്, ഇഫ് യു സ്കേർഡ് അബൌട്ട് സംതിങ് ദെൻ യു മസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയാം. നിങ്ങൾ ഒരു പേടിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് ചെയ്യണം എന്നുള്ളത്. നിങ്ങളെ ചാലഞ്ചായിട്ട് തോന്നുന്ന കാര്യമുണ്ടെങ്കിൽ എന്തായാലും അത് ചെയ്യണം. ഫാസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് ആക്ഷൻ എടുക്കണം. അടുത്തൊരു കാര്യം എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം? നിങ്ങളുടെ ആസ് എ ഗ്രേറ്റ് ലീഡർ, നല്ലൊരു ലീഡറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ലെവറേജിങ്. നിങ്ങൾ ലെവറേജ് ചെയ്യണം. അതായത് നിങ്ങൾ ലെവറേജ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്പ്. ലിവറേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കൊരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒറ്റയ്ക്കൊരിക്കലും ഒരുപാട് ദൂരത്തേക്ക് പോകാൻ കഴിയില്ല. ഒറ്റയ്ക്കൊരിക്കലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും യു നീഡ് പീപ്പിൾ. ആൾക്കാർ ആവശ്യമുണ്ട്. യു നീഡ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ ആവശ്യമുണ്ട്. സോ അത് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ എന്തുണ്ട് എന്നോ എന്തില്ല എന്നുള്ളതിനെ കുറിച്ചോ ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ട സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അത് നിങ്ങളുടെ കുടുംബത്തിലാവാം, നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളാവാം. സഹായം ചോദിക്കുക. നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, നിങ്ങളുടെ സബോർഡിനേറ്റ്സിന്റെ, നിങ്ങളുടെ കൊളീഗ്സിന്റെ, നിങ്ങളുടെ പിയർ ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ, നിങ്ങളുടെ സീനിയേഴ്സിന്റെ സപ്പോർട്ട് ചോദിക്കുക. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ലെവറേജ് ചെയ്യുക. അതായത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. കാര്യങ്ങൾ എളുപ്പമാകാൻ കുറഞ്ഞ സമയത്ത്, കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ, കൂടുതൽ വളർച്ച നേടാൻ, കുറഞ്ഞ പണച്ചെലവിൽ, കുറഞ്ഞ കോസ്റ്റിൽ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മെത്തേഡാണ് എന്ത്? പീപ്പിൾ ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ടൈം, മണി, ഐഡിയാസ്, എക്സ്പെർട്ടീസ്.
നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ടൈം, സമയം, മറ്റുള്ളവരുടെ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. OPT എന്ന് പറയും, അതർ പീപ്പിൾസ് ടൈം. ആൻഡ് OPM, അതർ പീപ്പിൾസ് മണി. ആൻഡ് OPI, അതർ പീപ്പിൾസ് ഐഡിയാസ്. ആൻഡ് OPE, അതർ പീപ്പിൾസ് എക്സ്പെർട്ടീസ്. അതായത് മറ്റുള്ളവരുടെ സമയം, മറ്റുള്ളവരുടെ പണം, മറ്റുള്ളവരുടെ ആശയം, മറ്റുള്ളവരുടെ അനുഭവ സമ്പത്ത്. ഇത്രയും കാര്യങ്ങളെ നമ്മൾ മാനേജ് ചെയ്യുക, മറ്റുള്ളവരുടെ സ്കില്ല്, ഇത്രയും കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്തിട്ട് നയിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ലീഡർ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു ബിസിനസ്മാൻ ഉണ്ടാവുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ക്ലബ്ബുകൾ ഉണ്ടാവുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല സെയിൽസ് ടീം ഉണ്ടാവുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലൊരു കുടുംബം ഉണ്ടാകുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരും. നമ്മൾ തന്നെ നമ്മുടെ ഈഗോയിൽ വെച്ചിട്ട് നിൽക്കരുത്. നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ സഹായം തേടണം. അത് അവരോട് ചോദിക്കുക, ലെവറേജ് ചെയ്യുക. അവർ കൂടെ സഹായം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ എല്ലാ ജോലിയും ചെയ്യരുത്. അത് ലീഡർഷിപ്പ് അല്ല. ആസ് എ ലീഡർ നിങ്ങൾക്ക് ടീം വേണം. ആ ടീം ഒരു ഡ്രീം ടീം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷൻ എന്താണോ, നിങ്ങളുടെ സ്വപ്നം എന്താണോ, അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ടീം വേണം. ആ ടീമിന് ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോരുത്തരും ഉണ്ടാവും. അവരുടെ കഴിവുകൾ നിങ്ങൾ ലെവറേജ് ചെയ്യുക. അതിന് പുറമെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ അസോസിയേറ്റ്സിനെ ഉണ്ടാക്കണം. മാർക്കറ്റ് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ അസോസിയേറ്റ് കൊളാബറേഷൻസ് ഉണ്ടാക്കണം. ഇതിന് നിങ്ങൾക്ക് ചിലവ് കുറവായിരിക്കും. അവരുമായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്താൽ മതിയായിരിക്കും. ചിലപ്പോൾ അതൊന്നും വേണ്ടി വരില്ല. സോ ഡു വാട്ട് ഈസ് റിക്വയർഡ്. അത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം? അത് റിക്വയർഡ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ അടുത്ത് എന്താണോ കുറവുള്ളത്, നിങ്ങൾ എന്തിലാണോ പ്രയാസപ്പെടുന്നത്, അതിൽ ലെവറേജ് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം.